ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓഫറുകളെ കുറിച്ചാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ 28-ാം തീയതി തൊട്ട് 3-ാം തീയതി വരെ, നവംബർ 3 വരെ ഓഫറുകൾ നടക്കുന്നുണ്ട്. സോ ആ ഓഫറൊക്കെ മാക്സിമം യൂസ് ചെയ്യാം. അപ്പോൾ അത് ഏതൊക്കെയാണ് ബെസ്റ്റ് ഓഫറുകൾ എന്നുള്ളത് നമ്മളോട് പറയുന്നുണ്ട്. ആമസോണിലാണെങ്കിൽ ഓഫറുകൾ ഇനിയും കഴിഞ്ഞിട്ടില്ല, നവംബർ 2-ാം തീയതി വരെ ഓഫറുകളുണ്ട്. സോ അപ്പോൾ ഈ ഒരു ദീപാവലി സ്പെഷ്യൽ ഓഫറുകളൊക്കെ വരുമ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫോണുകളും ആമസോണിലെ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള നല്ല നല്ല ഓഫറുകളുള്ള ഏറ്റവും മികച്ച ഫോണുകൾ ഏതൊക്കെയാണെന്നുള്ളതും ഒക്കെ ഞാനിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു ടൈം യൂസ് ചെയ്യുക, നല്ല രീതിക്ക് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വളച്ചേട്ടൊന്നുമില്ല, ഇനി നേരെ പ്രൊഡക്റ്റുകളുടെ ഓഫറുകളിലേക്ക് വരാം. ഐഫോൺ 11 വില കുറവിൽ കിട്ടുന്നുണ്ട്. അതായത് 49,900 അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആക്ച്വലി. ബട്ട് ബാങ്ക് ഓഫർ അടക്കം നിങ്ങൾക്ക് 40,900 ഇപ്പൊ ആ ഒരു ഫോൺ വാങ്ങിക്കാം. ഐഫോൺ 11 ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാവുന്ന നല്ല കിടിലം ഫോണാണ്. നല്ല ഗെയിം കളിക്കാനായാലും ശരി, ക്യാമറ ആണെങ്കിലും ശരി, നോർമൽ യൂസ് ആണെങ്കിലും ശരി, വളരെ നല്ല ഒരു ഫോണാണ് ഐഫോൺ 11. അപ്പൊ അതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 40,900 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ആ ഓഫർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് വൺ പ്ലസിന് മുമ്പ് നമ്മൾ യൂഷ്വലി പരിചയപ്പെടുത്താറുള്ള ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇന്ത്യസ് ലാർജസ്റ്റ് ക്യാഷ് ബാക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ക്യാഷ് കരോ, നമ്മുടെ രത്തൻ ടാറ്റ ടീമൊക്കെ ഫണ്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്, ട്രസ്റ്റഡ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാം. അതിൽ ആമസോൺ, ആജിയോ, മിന്ത്ര പോലെ ഒട്ടനവധി പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട്. ഇതിലൊക്കെ നമുക്ക് നോർമലി കിട്ടുന്ന ഓഫറുകൾക്കും ഡിസ്കൗണ്ടുകൾക്കും ഒക്കെ പുറമെ ഒരു എക്സ്ട്രാ ക്യാഷ് ബാക്ക് കൂടി ഈ ആപ്പിലൂടെ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. സോ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. അതിൽ കിട്ടുന്ന ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ആമസോൺ കൂപ്പൺ ആയിട്ട് മാറ്റാം. എന്തായാലും അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക. പ്രതാപ് 25 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് സൈൻ അപ്പ് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് 25 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കിട്ടും. പിന്നെ നിങ്ങൾ അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോം സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിളിന് ആമസോൺ കാണാം. സെർച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിലൊരു ഓറഞ്ച് ബട്ടൺ കാണും. ആ ഓറഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നേരെ ആമസോണിലെത്തും. അവിടെ നിങ്ങൾ യൂഷ്വലി പർച്ചേസ് ചെയ്യുന്ന പോലെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക, കാർട്ടിലേക്ക് ആഡ് ചെയ്യുക, പേയ്മെന്റ് നടത്തുക. നിങ്ങൾക്ക് യൂഷ്വലി കിട്ടുന്ന എല്ലാ ഡിസ്കൗണ്ട് ഓഫറും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാം കിട്ടും. അതിന് പുറമെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ക്യാഷ് കരോ ആപ്ലിക്കേഷന്റെ ഏണിംഗ് സെക്ഷനിൽ ഒരു എക്സ്ട്രാ എമൗണ്ട് കിട്ടിയിരിക്കുന്നത് കാണാം. അത് ഇതിന്റെ എക്സ്ട്രാ ക്യാഷ് ബാക്ക് ആണ്. നിങ്ങൾക്ക് അത് ബാങ്കിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ആമസോൺ കൂപ്പൺ ആയിട്ട് മാറ്റുകയോ ഒക്കെ ചെയ്യും. പിന്നെ ഇതിനകത്ത് ഒരു ഗിവ് അവേ കൂടി നടക്കുന്നുണ്ട്. 10 പേർക്ക് വിൻ ചെയ്യുന്ന 10 പേർക്ക് 500 രൂപയുടെ ആമസോൺ കൂപ്പൺ കിട്ടുന്നുണ്ട്. നമ്മുടെ കോഡ് ഉപയോഗിച്ച് സൈൻ അപ്പ് ചെയ്ത് നോർമലി പർച്ചേസ് ചെയ്ത് ക്യാൻസൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗിവ് അവേയിൽ പാർട്ടിസിപ്പന്റ് ആവും. വിന്നർ ആവുന്ന ആൾക്ക് 500 രൂപയുടെ ആമസോൺ കൂപ്പൺ വൗച്ചറാണ് കിട്ടാൻ പോകുന്നത്. സോ ട്രൈ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാണ്. ഇനി നമുക്ക് നമ്മുടെ ഓഫറിന്റെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. OnePlusന്റെ നോഡ് CE 5G 24,999 അതിന്റെ ആക്ച്വൽ പ്രൈസ്. 22,999 ബാങ്ക് കാർഡ് അടക്കം 22,999 കിട്ടുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 750 ഒക്കെയുള്ള ഒരു നല്ല ഫോണാണ് OnePlusന്റെ നോഡ് CE. തീർച്ചയായിട്ടും അത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു നല്ല ടൈമാണ്. അതേപോലെ തന്നെ റെഡ്മി നോട്ട് 10 പ്രോ 17,999 അതിന്റെ പ്രൈസ്. ബട്ട് ഇപ്പൊ 15,300 ബാങ്ക് ഓഫറും കൂപ്പൺ ഓഫറും അടക്കം ചേർത്തി 15,300 കിട്ടുന്നുണ്ട്. ആ ഓഫറിന് തീർച്ചയായിട്ടും റെഡ്മി നോട്ട് 10 പ്രോ ഒരു മികച്ച വാല്യൂ ഫോർ മണി ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 732 ഒക്കെയാണ് അതിന്റെ പ്രോസസർ. ഓവറോൾ ഗുഡ് സെറ്റപ്പ് ആണ്. അതേപോലെ തന്നെ സാംസങ്ങിന്റെ M12 9500 ഫോണാണ്. 8,550 ഇപ്പൊ കിട്ടും. ഈ ബാങ്ക് ഓഫർ അടക്കം 8,550 കിട്ടും. എക്സിനോസ് 850 ആ ഒരു പ്രൈസിൽ ഒരു സാംസങ് ഫോൺ നോക്കുന്നുവെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. അടുത്തതായിട്ട് നമുക്ക് റെഡ്മി നോട്ട് 10S 15,000 റേഞ്ചിലെ ഏറ്റവും നല്ല വാല്യൂ ഫോർ മണി ആയ ഒരു ഫോണായിട്ട് ഞാൻ വിലയിരുത്തുന്ന ഒരു ഫോണാണ്. അത് 6GB റാം 64GB സ്റ്റോറേജിന് 14,000 രൂപയാണ്. ബട്ട് ഇപ്പൊ നിങ്ങൾക്ക് അത് 12,750 ബാങ്ക് ഓഫർ അടക്കം 12,750 കിട്ടുന്നുണ്ട്. ആ പ്രൈസിന് പക്ക വാല്യൂ ഫോർ മണിയാണ്. ഇനി അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് OnePlusന്റെ നോഡ് 2 30,000 രൂപയുടെ ഫോണാണ്. 28,500 ആ ഒരു ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇപ്പോഴാണ് നല്ല സമയം. 28,500 കിട്ടുന്നുണ്ട്. ഡയമൻസിറ്റി 1200 ഒക്കെ ആയിട്ട് ഒരു നല്ല പെർഫോമൻസ് ഉള്ള ഒരു OnePlus ഫോണാണ്. തീർച്ചയായിട്ടും പരിഗണിക്കുന്നെങ്കിൽ ഇപ്പൊ പരിഗണിക്കുക, നല്ല ഓഫറിൽ വാങ്ങിക്കുക. ഇനി അടുത്തത് സാംസങ്ങിന്റെ M32 5G 17,000 രൂപയുടെ ഫോണാണ്. അത് വന്നിട്ട് 15,750 കിട്ടുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 720 ഒക്കെ ആയിട്ട് നല്ല പെർഫോമൻസ് ഉള്ള ഒരു സാംസങ് ഫോൺ നോക്കുന്നുവെങ്കിൽ ഈ പ്രൈസിന് ഇതിലും നല്ല പെർഫോമൻസ് ഉള്ള സാംസങ് ഫോൺ വേറെ കിട്ടില്ല. റിവ്യൂസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് വാങ്ങിക്കാട്ടോ, ഞാൻ ജസ്റ്റ് ഓഫറുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഇനി അടുത്തത് OnePlus 9 Pro പോലുള്ള സ്നാപ്ഡ്രാഗൺ 888 ഫോണുകളൊക്കെ OnePlus 9 Proയ്ക്കൊക്കെ നല്ല ഓഫറുകളുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 61,000 രൂപയുടെ ഫോൺ 56,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഓഫർ തന്നെയാണ്. OnePlus ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എല്ലാ മോഡലുകളും ഇപ്പൊ കയറി ചെക്ക് ചെയ്യുക. നല്ല ഓഫറിൽ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആമസോണിൽ. അടുത്തത് റെഡ്മി 9A, അതായത് 7,000 രൂപ റേഞ്ചിലൊക്കെ ഒരു നല്ല റെഡ്മി ഫോണായിട്ട് നമുക്ക് അതിനെ വിലയിരുത്താം. അത് 7,000 രൂപയാണ്. ബട്ട് ഇപ്പൊ 6,300 കിട്ടുന്നുണ്ട്. G25 എന്ന് പറയുന്ന പ്രോസസർ ഒക്കെയാണ്. ബട്ട് 6,300 ഒരു റെഡ്മി ഫോൺ ഈ ഒരു പ്രോസസർ വെച്ചുകൊണ്ട് കിട്ടും, കുഴപ്പമില്ല. ആ പ്രൈസിന് തീർച്ചയായിട്ടും വർത്തായ ഒരു സെറ്റപ്പാണ്. ഇനി അടുത്തൊരു ഓഫർ ഐക്യുവിന്റെ ഫോണുകളിൽ നല്ല ഓഫറുകളുണ്ട്. ഓൾറെഡി IQ C3 20,000 രൂപയുടെ ഫോണാണ്. ഓഫറിൽ നിങ്ങൾക്ക് അത് 15,490 കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കിടിലൻ സെറ്റപ്പാണ്. 5G ഉള്ള ഏറ്റവും മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള 20,000 താഴെ ഈ ഓഫർ പ്രകാരം 15,490 കിട്ടാവുന്ന ഏറ്റവും മികച്ച ഫോണാണ് IQ C3. തീർച്ചയായിട്ടും പരിഗണിക്കുക. ഇപ്പോൾ പോക്കോ X3 Pro പോലുള്ള ഫോൺ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഫോൺ ഇത് തന്നെയാണ്. പ്ലസ് ഇതൊരു 5G ഫോൺ കൂടിയാണ്. സോ തീർച്ചയായിട്ടും പരിഗണിക്കാം. ബെസ്റ്റ് ടൈമാണ്.
ഇനി അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് ഐക്യൂന്റെ തന്നെ IQ C5 23,990 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. ആ ഫോണിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഈ ബാങ്ക് ഓഫർ അടക്കം വന്നു കഴിഞ്ഞാൽ 2000 രൂപ കുറയും. 21,990 സ്നാപ്ഡ്രാഗൺ 778G 5G പ്രൊസസറൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല ഫോൺ 5G ഫോൺ നിങ്ങൾക്ക് കിട്ടും. 5G ബാൻഡ് 1-2 ഒക്കെ ഉള്ളൂ, ബട്ട് ഒരു നല്ല 5G ഫോൺ ആണ് IQ C5, നല്ല പെർഫോമൻസ് കൂടി ഉള്ളത്. സോ തീർച്ചയായിട്ടും പരിഗണിക്കാം. ഇനി അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 10 ലൈറ്റ് സ്നാപ്ഡ്രാഗൺ 720 ഒക്കെ വെച്ചുകൊണ്ട് 15,000 രൂപയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഫോണാണ്. 13,000 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്, ചെക്ക് ചെയ്യാം. ഇനി ഫ്ലിപ്കാർട്ടിലുണ്ട് 28 മുതലാണ് ഫ്ലിപ്കാർട്ടിലെ ഓഫറുകൾ ആരംഭിക്കുന്നത്. അത് 3 വരെ തുടരും. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് SBI കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്താൽ കുറച്ച് എക്സ്ട്രാ ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ നല്ല ഫോണുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കോ X3 Pro ഒരു മികച്ച ഗെയിമിംഗ് ഫോണാണ്. ഇത് താല്പര്യമില്ലെങ്കിലാണ് ഞാൻ IQ C3 പോയി നോക്കിക്കോളാൻ പറഞ്ഞത്. അത് 15 രൂപ കിട്ടും. ബട്ട് ഇത് പോക്കോ X3 Pro തീർച്ചയായിട്ടും ഏറ്റവും മികച്ച ഗെയിമിംഗ് ഫോണാണ്. 20,000 താഴെ കിട്ടാവുന്നത്. ഇപ്പൊ അതിന് നല്ല ടൈമാണ്. കാർഡ് ഓഫർ കൂടി ചേർത്തിക്കൊണ്ട് വാങ്ങിക്കുക. എത്രയാണ് അതിന്റെ ലിമിറ്റേഷൻ എന്നുള്ളത് ഇപ്പോഴേക്ക് അവർ റിവീൽ ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്യുക. അവിടെ നല്ലൊരു ഓപ്ഷനായിട്ട് പോക്കോ X3 Pro നിൽക്കുന്നുണ്ട്. ഇനി ഫ്ലിപ്കാർട്ടിലെ ഏറ്റവും മികച്ച ചില ഫോണുകളിൽ ഒന്നാണ് GT മാസ്റ്റർ എഡിഷൻ. റിയൽമി GT മാസ്റ്റർ എഡിഷൻ തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് ഉള്ള ഡിവൈസ് ആണ്. അതും നിങ്ങൾക്ക് ഇവിടെ ഫ്ലിപ്കാർട്ടിന്റെ ഓഫർ ടൈമിൽ വാങ്ങിക്കാം. റിയൽമി X7 Max 5G തീർച്ചയായിട്ടും ഇവിടെ വാങ്ങിക്കാവുന്ന ഒരു ഓഫറാണ്. ഓഫർ പേജിൽ ഇതിന്റെ ഓഫറുകൾ അവർ പറഞ്ഞിട്ടില്ല, ബട്ട് SBI കാർഡിന്മേൽ ഓഫർ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇപ്പൊ ചെക്ക് ചെയ്യാം. അതേപോലെ റിയൽമി 8S, റിയൽമി GT Neo 2 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 870 ഒക്കെ വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഫോൺ തീർച്ചയായിട്ടും ഗ്രേറ്റ് ഓപ്ഷനാണ്. 31,990 ഈ ഒരു ഫോണിന്റെ പ്രൈസ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാങ്ക് ഓഫർ അടക്കം ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ടൈമിൽ വാങ്ങിക്കുക. അതേപോലെ തന്നെ 15,000 രൂപ റേഞ്ചിൽ നോക്കിയാൽ നാർസോ 30 5G ഒരു നല്ല ഓപ്ഷനാണ്. നാർസോ 30 4G ആണെങ്കിൽ അതും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇതെല്ലാം SBI കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന മികച്ച ഫോണുകളാണ്. പിന്നെ ഓപ്പോ Reno 6 Pro, Reno 6 അതൊക്കെ ഫ്ലിപ്കാർട്ടിൽ വരുന്ന ഫോണുകളാണ്. ഇതിനൊക്കെ SBI കാർഡിന്റെ ഓഫറുകൾ ഉണ്ടാവും. ഓഫർ റിവീൽ ആയി കഴിയുമ്പോൾ ചെക്ക് ചെയ്യുക. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാം എത്രയാണ് ഓഫർ എന്നുള്ള കാര്യം, ആ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. അതേപോലെ സാംസങ്ങിന്റെ ഗാലക്സി ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകളൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് സമയം. 7,000 രൂപയുടെ ഓഫറാണ് അവർ HDFC കാർഡിന്മേൽ വെച്ചിരിക്കുന്നത്. 7,000 രൂപയുടെ ഓഫർ ഉണ്ട്. തീർച്ചയായിട്ടും പോയിട്ട് ചെക്ക് ചെയ്യാം ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾ കേട്ടാ. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാവുന്ന മറ്റൊരു ഫോണാണ് മോട്ടോയുടെ എഡ്ജ് 20. 30,000 രൂപയുടെ ഫോണാണ്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ബാങ്ക് ഓഫർ അടക്കം നിൽക്കുന്നത് നല്ലൊരു ഓഫറിൽ വാങ്ങിക്കാം. ഓഫറിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക്, ഈ മോട്ടോ എഡ്ജ് 20 വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതാണ് ബെസ്റ്റ് ടൈം. അതേപോലെ 15,000 താഴെ വന്നിട്ട് മോട്ടോയുടെ G40 ഫ്യൂഷൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോൺ വേണമെന്നുള്ളവർക്ക് 15,000 താഴെ G40 ഫ്യൂഷൻ ഇപ്പോൾ പരിഗണിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ്. ബട്ട് അവിടെ ഇപ്പോൾ റെഡ്മി നോട്ട് 10 ലൈറ്റ് ഒക്കെ നല്ല ഫോണുകളാണ്. അതേപോലെ തന്നെ റെഡ്മി നോട്ട് 10S ഒക്കെ നല്ല ഫോണുകളാണ്. അതൊക്കെ ഉള്ളപ്പോൾ ഈ പഴയ ഫോണിലേക്ക് പോകണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സോ അതൊക്കെ ആമസോണിലാണുള്ളത്. ആമസോണാണ് ഇത്തവണ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അവിടെ പോയിട്ട് ശ്രദ്ധിക്കുക. അവിടെ ഓഫർ തുടങ്ങിയിട്ട് കുറേ നാളായത്. ഇപ്പോൾ 2-ാം തീയതി അവസാനിക്കും. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഉടനെ വാങ്ങിക്കുക. സോ അപ്പോൾ അത്രയും ഫോണുകളൊക്കെയാണ് ഏറ്റവും മികച്ചതായിട്ട് നമുക്ക് ഈ ഒരു ടൈമിൽ വാങ്ങിക്കാൻ പറ്റിയ ഫോണുകൾ. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ ഷെയർ ചെയ്യാം. പോയിട്ട് ചെക്ക് ചെയ്യുക, ലിങ്ക് വഴി കയറി എല്ലാം പർച്ചേസ് ചെയ്യുക. ആമസോണിലാണ് ഇത്തവണ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കൂടുതൽ നല്ല നല്ല ഓഫറുകളൊക്കെ ആമസോണിലാണ് ഇപ്പോൾ ഞാൻ കണ്ടത്. ഫ്ലിപ്കാർട്ടിന്റെ ഓഫേഴ്സ് റിവീൽ ആകുമ്പോൾ അതുകൂടി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.